RS ഫുട്ബോൾ ഫാമിലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്ലബ് മത്സരങ്ങളെ കഴിഞ്ഞു, എല്ലാ രാജ്യങ്ങളിലെ ലീഗ് മത്സരങ്ങളും കഴിഞ്ഞു, ചാമ്പ്യൻസ് ലീഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി രാജ്യാന്തര മത്സരങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നടക്കാൻ പോകുന്ന നാഷണൽസ് ലീഗിന്റെ സെമി ഫൈനലും ഫൈനൽ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് രാത്രിയാണ് നാഷണൽസ് ലീഗിന്റെ ഫസ്റ്റ് സെമി ഫൈനൽ നടക്കാൻ പോകുന്നത്. പോർച്ചുഗൽ വിസസ് ജർമ്മനിയാണ് മത്സരം. നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ സ്പെയിന് നമ്മുടെ ഫ്രാൻസിനെയാണ് നേരിടാൻ പോകുന്നത്. ഇപ്പോഴത്തെ നിലവിലെ ചാമ്പ്യന്മാരാണ് സ്പെയിന്. അതിൽ കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് കൂടി ആ മത്സരത്തിനുണ്ട്. ബാലൻഡിയോർ ആര് നേടുന്നുള്ളതിന് ഇപ്പൊ ഏകദേശം ഡെമ്പലിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ളത് എന്താന്ന് പറഞ്ഞാൽ സ്പെയിനിന് വേണ്ടിയിട്ട് എമിൽ യമാൽ കളിക്കുന്നുണ്ട്. യമാലിന് ഇത് നാഷണൽസ് ലീഗ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പടി മുന്നിലായിരിക്കും യമാൽ. അതല്ല ഇനി ഫ്രാൻസാണ് അടിക്കുകയാണെങ്കിൽ അവിടെ രണ്ടാൾക്കാരുണ്ട്, ഡിസൈഡ് ഡുവേ ഉണ്ട്, അതേപോലെ ഡെമ്പലെ. ഒന്നും പറയാനില്ല. ഇതുകൂടി അടിച്ചു കഴിഞ്ഞാൽ ഡെമ്പലേക്ക് ലൂയിസ് എൻട്രിക്ക് പറഞ്ഞ പോലെ ഈ ട്രോഫി അടുത്ത് കൊടുക്കുക എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളിയിലോട്ട് വരാം. ഇന്ന് UAE സമയം 11 മണിക്കും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 എന്താ പറഞ്ഞാൽ 5-ാം തീയതി പുലർച്ചെ 12 മണിക്കാണ് ഇന്ത്യയിൽ നടക്കുന്ന മത്സരം. പോർച്ചുഗലും ജർമ്മനിയും. അപ്പോൾ ഇതിൽ പോർച്ചുഗലിന്റെ രണ്ടാമത്തെ നാഷണൽസ് ലീഗ് ട്രോഫി എടുക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സെമി ഫൈനലും ഫൈനലും കഴിഞ്ഞ് 2 കളി വിജയത്തോടുകൂടി പോർച്ചുഗലിന് അങ്ങനത്തെ ഒരു സുവർണ്ണ നേട്ടം സ്വന്തമാക്കാം. ഇത് 2018 നാഷണൽസ് ലീഗ് ആരംഭിക്കുന്നത്. ഫസ്റ്റ് സീസണിൽ തന്നെ പോർച്ചുഗലായിരുന്നു ചാമ്പ്യന്മാർ. ഇപ്പൊ നിലവിൽ ചാമ്പ്യന്മാർ സ്പെയിനാണ്. അപ്പൊ നാളെ എന്തായാലും റൊണാൾഡോ, ഈ അടുത്ത കാലത്ത് കുറച്ച് ട്രോഫികളൊന്നും കിട്ടാതിരിക്കുന്ന റൊണാൾഡോയ്ക്ക് നാളത്തെ സെമി ഫൈനലിൽ നിർണായകമാണ്. റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീമാണ് കയ്യിലുള്ളത്. ജർമ്മനിക്ക് മുന്നിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ഫ്രാൻസോ സ്പെയിനായിരിക്കും എതിരാളികൾ. അപ്പോൾ നാളത്തെ കളിയിൽ എന്തായിരിക്കും സ്പെയിനിന്റെയും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 50-50 മാച്ച് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് 2 ടീമിനും ജയിക്കാനുള്ള ചാൻസുകളുണ്ട്. ഇപ്പോൾ സ്കോഡൊക്കെ നോക്കുകയാണെങ്കിൽ ജർമ്മനിനെക്കാളും ഒരു പിടി മുന്നിലാണ്. ബ്രൂണോ ഫെർണാണ്ടോ സിൽവയും ലിയോയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂയിസ് ഡിയാസും ഒക്കെ അടങ്ങുന്ന നല്ലൊരു ടീം തന്നെയാണ് അവരുടെ ഉള്ളത്. അപ്പോൾ പേപ്പറിലും ഇതിലൊക്കെ പോർച്ചുഗൽ തന്നെയാണ്. പക്ഷെ ജർമ്മനിയുടെ മണ്ണിലാണ് കളി നടക്കുന്നത്, ജർമ്മനിയുടെ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. അപ്പോൾ ജർമ്മനിക്ക് ഒരു പിടി മുന്നിലാണ് അദ്ദേഹം വഹിക്കുന്നത് ജർമ്മനിയാണ്. അപ്പോൾ എന്തായാലും ജർമ്മനിക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഗ്രൗണ്ട് സപ്പോർട്ട്. അത് മുതലാക്കുകയാണെങ്കിൽ അതും യുവത്വം ഉള്ളൊരു പടയായിട്ടാണ് ജർമ്മനി വരുന്നത്. അത് മുതലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മനിക്ക് വിജയിക്കാൻ കഴിയും. എന്തായാലും നല്ല കട്ടയ്ക്കുള്ള മത്സരമായിരിക്കും നാളെ. 90 മിനിറ്റ് ഫുട്ബോൾ പ്രേമികൾക്ക്. എന്തായാലും ഇപ്പോൾ ലീഗ് മത്സരങ്ങൾ, ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല. അപ്പോഴേക്കും അടുത്ത മത്സരങ്ങൾ എത്തി, നാഷണൽസ് ലീഗ് എത്തി. അത് കഴിയുമ്പോഴേക്കും യോഗ്യതാ മത്സരങ്ങൾ എത്തി. അത് കഴിയുമ്പോഴേക്കും ഫൈനൽസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 2026 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലീഗുകൾ തിരിച്ചു വരും. അപ്പം എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്ക് ഈ സീസണിൽ റെസ്റ്റ് ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാപ്പിയാണ്. നമ്മൾ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഇതങ്ങോട്ട് കണ്ടിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ വൈബ് തന്നെയാണ്. അത് അനുഭവിച്ച് അറിയാൻ തന്നെ വേണം. ആ ഉറക്കം വെച്ചിരുന്ന് കളി കണ്ട് ഉറങ്ങി രാവിലെ ഉറക്കച്ചടവിൽ ഡ്യൂട്ടിക്ക് പോകണം. കാരണം ഒരുപാട് പേര് എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയക്കുന്നത് രാവിലെയാണ്. അവര് രാവിലെ നേരത്തെ അടിച്ചിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഇതിലൂടെ കടന്നു പോകുന്നു. നമുക്ക് ഇവരുടെ സ്ക്വാഡും ഈ ലീഗിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നാലോ. നാഷണൽ ലീഗ് ആരംഭിച്ചത് 2018 2018-19 സീസണിലായിരുന്നു നാഷണൽ ലീഗ് ആരംഭിച്ചത്. അതിൽ തന്നെ പോർച്ചുഗലായിരുന്നു അദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ തന്നെ ആ സീസണിൽ കപ്പ് തൂക്കി. പോർച്ചുഗല് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ കീഴിൽ പോർച്ചുഗൽ ആദ്യ കപ്പ് സ്വന്തമാക്കി. രണ്ടാമത് ഇറ്റലിയിൽ നടന്ന കളിയിൽ ഫ്രാൻസും സ്പെയിനും കൂടിയായിരുന്നു. 1-2 സ്പെയിനെ പരാജയപ്പെടുത്ത് ഫ്രാൻസ് കപ്പ് നേടുക ചെയ്തത്. അതേപോലെ 2022-23 സീസണിൽ നെതർലാൻഡ്സ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. നെതർലാൻഡ്സ് നടന്ന സ്പെയിനും ക്രൊയേഷ്യയും തമ്മിലായിരുന്നു മത്സരം. സമനിലയിൽ പിരിഞ്ഞ മത്സരം പെനാൽറ്റിയിലൂടെയാണ് സ്പെയിൻ ജേതാക്കളായത്. ഇപ്പോൾ നിലവിൽ സ്പെയിനാണ് ജേതാക്കൾ. ഇതിൽ 3 ടീമുകളാണ് ഇപ്പൊ ഈ സീസണിലും കളിക്കുന്ന. നാഷണൽസ് ലീഗിന്റെ സെമി ഫൈനലിൽ കളിക്കുന്ന 3 ടീമുകളും ഒരു പ്രാവശ്യം ചാമ്പ്യന്മാരാണ്. ചാമ്പ്യൻ ആവാത്ത ജർമ്മനി തന്നെയാണ്. ഈ സീസണിൽ ജർമ്മനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. 4 ടീമുകളും നല്ല കട്ടയ്ക്കുള്ള ടീമുകളാണ്. അതുകൊണ്ടാണല്ലോ സെമി ഫൈനലിൽ എത്തിയുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം. സീസണ് മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ പുതിയ ചാമ്പ്യന്മാരാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ, PSG കുറെ കാലത്തെ ക്ലബ്ബ് തുടങ്ങിയ ശേഷം ഒരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ല. അവർ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ഒരു ട്രിപ്പിൾ അടിച്ചു. അങ്ങനെ സ്വപ്നതുല്യമായൊരു ഇതാണ് നേടിയിട്ടുള്ളത്. അതേപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസും ന്യൂകാസ്റ്റൽ യുണൈറ്റഡും ടോട്ടൻഹാം ഹോട്ട്സ്പറും കുറെ കാലത്തിന് ശേഷം ഒരു ചാമ്പ്യന്മാരായിരിക്കണം. അതെല്ലാം പുതിയ ചാമ്പ്യന്മാരാണ് ഈ സീസണിൽ. അപ്പോൾ ഇന്നലെ രാത്രി നടന്ന IPL
വിരാട് കോഹ്ലിയുടെ 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവരും പുതിയതായിട്ട് IPL ചാമ്പ്യനായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിൽ 3 ടീം ഓൾറെഡി ചാമ്പ്യന്മാരാണ്. അപ്പോൾ ചാമ്പ്യൻ അല്ലാത്തൊരു പുതിയ ടീം എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. അങ്ങനെ ജർമ്മനിക്ക് കിട്ടോ പറയാൻ പറ്റില്ല. ഫുട്ബോളാണ്. ഇനി 2 മത്സരങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ ജർമ്മനി കപ്പടിക്കും അല്ലേ? അപ്പോൾ കപ്പടിക്കണമെങ്കിൽ നാഷണൽസ് ലീഗിലും പുതിയൊരു ചാമ്പ്യന്മാർ വന്നു. അതല്ല, ഇനി മറ്റുള്ള ടീം കളിക്കണമെങ്കിൽ 2ാമത്തെ ട്രോഫി അവർക്ക് നേടാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ, നാളത്തെ മത്സരത്തിൽ പോർച്ചുഗൽ വിസസ് ജർമ്മനി ആയിട്ടുള്ള മത്സരത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ ഇവർ എത്ര ഗോളിന് നാളെ ജയിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. ജർമ്മനി കളിക്കാൻ സാധ്യതകൾ 4-2-3-1 എന്ന ശൈലിയിലേക്കും നാളത്തെ മത്സരത്തിൽ കളിക്കാൻ ചാൻസ്. ടെർ സ്റ്റേഗൻ തന്നെ ആയിരിക്കും 1ാമത്തെ ഗോൾ കീപ്പർ. പരിക്കിന് ശേഷം 6 മാസത്തിന് ശേഷമാണ് ബാഴ്സയിൽ വന്നിട്ട്, ബാഴ്സയിൽ തന്നെ ഇപ്പോൾ ആളുടെ പൊസിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പില്ലാണ്ട് എത്തുന്ന സമയത്താണ് ജർമ്മനിയുടെ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് സ്റ്റേഗൻ തന്നെയാണ് ഉണ്ടാവുക. അതേപോലെ നമുക്ക് ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ഡിഫൻസായി കളിക്കുന്നത് അന്റോണും തായും കൂടിയിട്ടായിരിക്കും സെൻട്രൽ ഡിഫൻസിൽ കളിക്കുന്നത്. റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കുമായിട്ട് കളിക്കുന്നത് മാക്സിമിലാനാണ്. അതേപോലെ കിമിച്ചിയാണ് കളിക്കുന്നത്. അവരുടെ മിഡിലേക്ക് വരികയാണെങ്കിൽ ഗൊരേറ്റ്സ്കിയും ഗ്രോസും ആയിരിക്കും മിഡിൽ കളിക്കുന്നുണ്ടാവുക. അതേപോലെ അറ്റാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഗബ്രി ഉണ്ടാവും. അതേപോലെ ബ്രിഡ്സ്, സാനെ, സ്ട്രൈക്കറായിട്ട് നിക്, ഇവരാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും യുവത്വം നിറഞ്ഞൊരു ടീമാണ് ജർമ്മനി ഇറക്കുന്നത്. പോർച്ചുഗലിന്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഡിയോഗോ കോസ്റ്റ ആയിരിക്കും ഗോൾ കീപ്പർ. ഇവിടെയും 4-2-3-1 ശൈത്യത്തിനായിരിക്കും പോർച്ചുഗൽ ഇറങ്ങാൻ ചാൻസ്. നമുക്ക് ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ഡിഫൻസ് ആയിട്ട് റിനാറ്റോ ഉണ്ടാവും. അതേപോലെ റൂബിൻ ഡിയാസ് ഉണ്ടാവും. ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങിലും ഡിഫൻഡിൽ കളിക്കുന്നത് ന്യൂനോയും അതേപോലെ ഡെൽലോട്ട് ഇവരാണ് കളിക്കുക. മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നവാസും പലഹീനിയാണ് കളിക്കുന്നുണ്ടാവുക. അറ്റാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ലിയോ, ബ്രൂണോ ഫെർണാണ്ടസ് സിൽവ, സ്ട്രൈക്കറായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അപ്പോൾ എന്തായാലും 11 നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ശക്തര് പോർച്ചുഗൽ തന്നെയാണ്. പക്ഷെ ജർമ്മനിയുടെ അവർക്കുള്ള മുൻതൂക്കം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സപ്പോർട്ടും സ്വന്തം രാജ്യത്ത് നടക്കുന്നു എന്നുള്ള ഒരു മുൻഗണനയും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ടീമിന് പോരെ. ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലുതാണ്, അതിൽ ഒന്നും പറയാനില്ല. പോർച്ചുഗലിന് എത്രത്തോളം നാളത്തെ മത്സരത്തിൽ അതിനെ മറികടക്കാൻ കഴിയുമെന്ന് നോക്കണം. എന്തായാലും തീപ്പാറിയ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രോഫി നേടുക എന്നുള്ളത് വേൾഡ് കപ്പിന് മുന്നോട്ട് 2026 വേൾഡ് കപ്പിന് മുന്നോട്ടായിട്ട് ഒരു ചാമ്പ്യൻഷിപ്പിൽ ഒരു ട്രോഫി നേടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആള് കൈമെയ് മറന്ന് നാളെ എന്തായാലും കളിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നാളത്തെ കളിയിൽ ആര് ജയിക്കും, എത്ര ഗോളെന്ന് നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.